അമേരിക്കൻ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല സമരത്തെ തുടർന്നാണ് സംഘർഷം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 400ഓളം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷത്തെ തുടർന്ന് കൊളംബിയ സർവകലാശാലയിൽ സെമസ്റ്റർ പരീക്ഷകൾ റിമോട്ട് അടിസ്ഥാനത്തിലേക്ക് മാറ്റി. ന്യൂയോർക്ക് ഫോർഡം യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ സമരക്കാർ തമ്പടിച്ചിരിക്കുകയാണ്. പല സർവകലാശാലകളിലും സംഘർഷാവസ്ഥ തുടരുന്നു. UCLA, വിസ്കോൺസിൻ എന്നീ സർവകലാശാലകളിൽ പോലീസുമായി സമരക്കാർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ക്യാമ്പസിലെ പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പ് ഇസ്രായേൽ അനുകൂലികൾ ആക്രമിച്ചു. നഗരത്തിൽ വിദ്വേഷ പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും സാഹചര്യം വഷളാക്കാൻ ചിലർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ന്യൂയോർക്ക് മേയർ കുറ്റപ്പെടുത്തി. ഗാസയിലെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊളംബിയ സർവകലാശാലയുടെ ഹാമിൽട്ടൺ ഹാൾ പിടിച്ചെടുത്തത്. തുടർന്നാണ് പ്രതിഷേധക്കാരെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിച്ചത്. യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന സർവകലാശാല നടപടി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി. US-ൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.